ഹായ്, വെൽക്കം ടു ഇൻഫോമിറ്റ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെതലുകളെ കുറിച്ചിട്ടാണ്. ചെതലുകൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിലാണ്, ചൂടുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് അത് കണ്ടുവരുന്നത്. ഇപ്പം അമേരിക്കയിൽ അലാസ്ക എന്ന സ്റ്റേറ്റ് ഒഴികെ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഈ ടെർമൈറ്റ്സ് ഉണ്ട്. ടെർമൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പം അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഫ്ലോറിഡ, സൗത്ത് കാരോളിന, കാലിഫോർണിയ, ടെക്സസ്, ഹവായ് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ചെതലുകൾ കണ്ടുവരുന്നത്. കാരണം അവർക്ക് താമസിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലും അങ്ങനെ, പിന്നെ കൂടുതൽ വുഡൻ ആയിട്ടുള്ള ഹൗസസ് അല്ലെങ്കിൽ പഴയ ഹൗസസ് അതൊക്കെ ചെതലിൻ്റെ ഒരു കൂടാരം ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ USA ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സബ്ടെറേനിയൻ ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ചെതലാണ്. ചെതലുകൾ നിങ്ങൾക്കറിയോ, ചിറകുള്ള ചെതലുകളുമുണ്ട്, ചിറകില്ലാത്ത ചെതലുകളുമുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. ഇനി ചെതലിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണതെന്ന് വെച്ച് പറയാം. അത് പലതരം ട്രീറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്ന്, അവർ ബെയ്റ്റ് സ്റ്റേഷൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെതലിനെ ട്രീറ്റ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ലിക്വിഡായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ കൂടുതലും ബെയ്റ്റ് സ്റ്റേഷൻസ് ആണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം അത് കാരണം അത് കുറച്ചുകൂടി ലെസ് എക്സ്പെൻസീവാണ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ബെയ്റ്റ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരു 10 അടി അകലത്തിൽ ഇവർ ഈ ബെയ്റ്റ് സ്റ്റേഷൻസ് അത് ഒരു ട്യൂബ് പോലെ, ഒരു സിലിണ്ടർ പോലെ ഇരിക്കും. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഡ്രെയിൻ പോലെ ഉള്ള ഇതാണ് കാണാൻ പറ്റുക, അകത്ത് ഒരു സിലിണ്ടർ പോലെ. അപ്പോൾ അതാണ് ഒരു ബെയ്റ്റ് സ്റ്റേഷൻ എന്ന് പറയാം. ഈ ബെയ്റ്റ് സ്റ്റേഷൻസ് സാധാരണ നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് ഒരു 1-1.5 അടി ദൂരത്തിലായിരിക്കും വെക്കുന്നത്. എന്നിട്ട് 10 അടി അകലത്തിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റളവിൽ ഇത് വെക്കും. കൂടുതലായിട്ടും എവിടെയൊക്കെയാണ് ടെർമൈറ്റ്സ് ഉണ്ടാകുന്ന ഏരിയാസൊക്കെ നോക്കിയിട്ടാണ് അവർ അത് വെക്കുന്നത്. അതുപോലെ തന്നെ ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും നമ്മൾ താമസിക്കുന്ന ഏരിയ, നമ്മുടെ വീടിൻ്റെ കാരണം ഇപ്പോൾ വുഡൻ ഹൗസസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ലിക്വിഡ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതവർ നമ്മുടെ വീട് വന്ന് കണ്ട് അസസ് ചെയ്തിട്ട് അവരങ്ങനെ പറയും ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബെയ്റ്റ് സ്റ്റേഷൻ്റെ അകത്ത് ബെയ്റ്റ് വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ശരിക്കും ബേസിക്കലി ഇവർ അപ്ലൈ ചെയ്യുന്ന ഇതെന്ന് വെച്ചാൽ, നമ്മൾ ഈ എലീനെ പിടിക്കാനായിട്ട് ഇച്ചിരി വിഷം പുരട്ടി കപ്പ വയ്ക്കുന്ന, എലിപ്പെട്ടിയിൽ വിഷം പുരട്ടിയിട്ട് കപ്പ വയ്ക്കുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ബെയ്റ്റ് സ്റ്റേഷനിൽ സംഭവിക്കുന്നത്. ഇതിനകത്ത് ടെർമൈറ്റ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് വെക്കുന്നത്. അപ്പോൾ ടെർമൈറ്റ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? അത് അവർ സാധാരണ ഈ വുഡിൽ കാണുന്ന സെല്ലുലോസ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അവർ കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബെയ്റ്റിൽ ഇവർ മെയിനായിട്ട് വെക്കുന്നത് പ്ലാസ്റ്റിക് ഉണ്ടാവും, അതിനകത്ത് സെല്ലുലോസ് കാണും, പിന്നെ ഒരു കെമിക്കൽ ഉണ്ട്. കെമിക്കൽ അതിന് കില്ല് ചെയ്യാനുള്ള ഒരു കെമിക്കൽ, നോവിഫ്ലൂമറോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കലും വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടെർമൈറ്റ്സ് എപ്പോഴും അവർ ഈ ഫുഡ് അന്വേഷിച്ചിങ്ങനെ നടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫുഡുള്ള സ്ഥലത്തോട്ടേക്ക് സ്വാഭാവികമായിട്ടും ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് തിന്നു കഴിഞ്ഞിട്ട് അവർ മനുഷ്യരെ പോലെ സെൽഫിഷ് അല്ല. അവർ ഇവരുടെ കോളനിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യും. ആ ഒരു പ്രോസസ്സിനാണ് ട്രോഫലാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫുഡും ഫ്ലൂയിഡും എല്ലാം ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ സെല്ലുലോസും, അപ്പോൾ ഇതിനകത്തൊരു കെമിക്കലും ഉണ്ടല്ലോ, അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഫാമിലിക്കും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. അപ്പം നമ്മൾ പറഞ്ഞാൽ ഇവർ ഈ ഫുഡ് കൊണ്ട് കൊടുക്കും. ഇത് കഴിച്ച ഉടനെ ഇതിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബെയ്റ്റ് കഴിച്ച ഉടനെ ഇവർ ചാവത്തില്ല. കാരണം ഇവർക്കൊരു മോൾട്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. മോൾട്ടിങ് എന്ന് പറയുമ്പോൾ അവരുടെ എക്സസ് സ്കെലിട്ടൺ ഷ്രെഡ് ചെയ്യും. നമ്മൾ പാമ്പൊക്കെ
തൊലി ഉരിഞ്ഞ് കളയത്തില്ലേ, അതുപോലെ ഇത് ഇത് ഷ്രെഡ് ചെയ്യും, അവരുടെ സ്കെലിട്ടൻ ഇത് കളയും. അപ്പോൾ ആ ഒരു മോൾട്ടിങ്ങിൻ്റെ പ്രോസസ്സ് വരുന്ന സമയത്താണ് ഈ ടെർമൈറ്റ്, അത് അവരുടെ ഗ്രോത്ത് പ്രോസസ്സാണ്. അവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് മോൾട്ടിങ് ചെയ്യണം. ആ സമയത്താണ് ഇവർ ചത്തുപോകുന്നത്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ വിത്തിൻ 3 months ആയിരിക്കും. അപ്പോൾ ഇവർ ഈ ഫുഡ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് ആഘോഷിച്ചിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ മോൾട്ടിങ് പ്രോസസ്സ് വരുമ്പോൾ ഇവർ ചത്തുപോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് അവരുടെ ഹോൾ ആ കോളനി തന്നെ നശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ടെർമൈറ്റ്സിനെ ഇവിടെ കില്ല് ചെയ്യുന്നത്. പിന്നെ ചില ടെർമൈറ്റ് കമ്പനിക്കാർ അവരുടെ ബെയ്റ്റ് സ്റ്റേഷൻ അവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും ജസ്റ്റ് കാർഡ്ബോർഡും 1-2 വുഡൻ പീസസും കൂടി വെക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമൈറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും ആ ഒരു ഫുഡ് ഒക്കെ കാണുമ്പോഴത്തേക്കും വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതാണ് ബെയ്റ്റ് സ്റ്റേഷൻ. എന്നിട്ട് ഈ ബെയ്റ്റ് സ്റ്റേഷന് ഒരു 1 inch ബെയ്റ്റ് മതി ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു എൻറ്റയർ കോളനി കില്ല് ചെയ്യണമെങ്കിൽ 1 inch ബെയ്റ്റ് മതി. അപ്പം നമ്മളുടെ ഈ ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇത് നമ്മളൊരു കമ്പനിക്ക് കൊടുക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കമ്പനിക്കാർ വന്നിട്ട് അത് ഡിപ്പെൻസ് അവർ ഇത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ എവറി 3 months വന്നിട്ട് ഈ ബെയ്റ്റ് സ്റ്റേഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിലൊരു 1/3 ഒരു 1/3 ഭാഗം ഇത് ഈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ചെതലുണ്ടെന്നാണല്ലോ. അപ്പോൾ അവർ അത് റീപ്ലേസ് ചെയ്യും. അങ്ങനെ പിന്നെ ആക്റ്റീവായിട്ടുള്ള ചെതൽ വീടിൻ്റെ അകത്തോ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ലിക്വിഡ് ട്രീറ്റ്മെൻറ്റും കൂടി കൂടെ ചെയ്യും. കാരണം ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ് മോർ എഫക്റ്റീവാണ്, ഇത്രയും ടൈം എടുക്കത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ലിക്വിഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് അത് മോർ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഈ ചെതലിനെ കില്ല് ചെയ്യും. മറ്റേതുപോലെ അത്രയും ടൈം എടുക്കില്ല എന്നാണ് പറയുന്നത്. അത് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള അത് പലതരം ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ചെതൽ എൻറ്റയർ കോളനീനെ കില്ല് ചെയ്യുന്ന ഇതുണ്ട്. അതിപ്പം അത് പലതരം ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. കാരണം ഇതിനകത്തും ഇൻഫർമേഷൻ പറയുന്നത് ചിലതിനകത്ത് ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ്സിനകത്ത് കോളനീനെ കില്ല് ചെയ്യത്തില്ലെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വരുന്നതിനകത്ത് അത് എൻറ്റയർ കോളനീനെ കില്ല് ചെയ്യും എന്നും പറയുന്നു. അത് നിങ്ങൾ ഒരു ടെർമൈറ്റ് സ്പെഷ്യലിസ്റ്റിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് ഇത് സോയിലിലേക്ക് ഇങ്ങനെ അവർ പമ്പ് ചെയ്യുക ഇത് ഈ ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പേപ്പേഴ്സും എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. കാരണം നിങ്ങൾക്ക് വീട് വാങ്ങുമ്പോഴാണെങ്കിലും, പുതിയ വീടല്ല, നിങ്ങൾ അല്ലാതെ വാങ്ങുന്ന വീടുകളാണെങ്കിലും അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന വീടുകളാണെങ്കിലും അത് ലീഗലായിട്ട് അത് വേണം. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമൈറ്റ്സ് വന്ന് നിങ്ങളുടെ വീട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് അത് കവർ ചെയ്യത്തില്ല. അത് ഹൗസ് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇവർ വന്ന് മോണിറ്റർ ചെയ്യുന്ന ടൈം പീരീഡ് ഉണ്ടല്ലോ, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് വരുന്നതെന്നുള്ളത്. അതും നമ്മളുടെ വീടിന് ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെന്ന് അനുസരിച്ചിട്ടിരിക്കും. ചില കമ്പനീസ് എവറി 3 months വരും, ചിലത് എവറി ഇയർലി ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ലിക്വിഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ, ചിലപ്പോൾ എവറി 5 years, ഈവൻ എവറി 10 years വരെ അത് കുഴപ്പമില്ലാതെ അവർ മോണിറ്റർ ചെയ്യാനായിട്ട് എവറി 10 years വരുന്ന അങ്ങനത്തെ ഇതുപോലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് ഉപയോഗിക്കുന്നതെന്നനുസരിച്ചിട്ട് അവർ കമ്പനിക്കാർ തന്നെ നമ്മളോട് പറയും എത്ര ഫ്രീക്വൻ്റ്ലി ആണ് അവർ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നാട്ടിൽ ഇന്ത്യയിലൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെ ഈ ചെതലൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ഒരു ചിന്തയാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് അതൊരു നല്ല ബിസിനസ് പ്ലാൻ കൂടിയാണ് ഇതിലൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെതലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വേറെ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.